ഈ ആന്റിബയോട്ടിക്സ് കഴിച്ച് വയറ് കൊളോ എന്ന് പറഞ്ഞു ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ആന്റിബയോട്ടിക്സ് എടുത്തു, അപ്പൊ അതിനുശേഷം വയറിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അതായത് ഇപ്പം എന്തെങ്കിലും ഗ്യാസിന്റെ പ്രശ്നം, ചിലർക്ക് ഭയങ്കര ലൂസ് മോഷൻ, അല്ലെങ്കിൽ മലബന്ധം, അസിഡിറ്റി, ദഹനത്തിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അതായത് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്, ആന്റി എന്ന് വെച്ചാൽ അതിനെതിരെ, ബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള കണികൾ, ജീവനുള്ള സാധനം. നമ്മുടെ വയറിൽ ട്രില്യൺ കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്, നല്ല ബാക്ടീരിയാസ്. അത് നമ്മുടെ വയറിന്റെ ദഹനത്തിനും മോഷൻ കറക്റ്റ് ചെയ്യാനും അങ്ങനെ ആഗിരണത്തിനും ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയാസ് കൂടെയാണ് നശിച്ചു പോകുന്നത്. വയറിന് ദഹന കുറവുണ്ടാവും, മോഷൻ ചിലവർക്ക് ലൂസ് ആകാം, ചിലർക്ക് ടൈറ്റ് ആകാം, അസിഡിറ്റി ഉണ്ടാവാം, നെഞ്ചിരിച്ചിൽ ഉണ്ടാവാം, അങ്ങനെ ദഹനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. വയറിന് പ്രശ്നം ഉണ്ടാകുന്ന വെച്ച് നമ്മൾ ആന്റിബയോട്ടിക്സ് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മുടെ വയറിന് നല്ല ബാക്ടീരിയാസിനെ കൊടുക്കാനുള്ള പ്രോബയോട്ടിക്സ്, അത് വളരാനുള്ള പ്രീബയോട്ടിക്സുകൾ എല്ലാം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് വേണ്ടത്.